രണ്ടാമതായി പറയുന്നത് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പാണ്. 10ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ PG വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പാണ്. പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഉള്ള സ്കോളർഷിപ്പാണ്. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട മൈനോറിറ്റി സ്റ്റുഡൻസിന് കിട്ടുന്ന സ്കോളർഷിപ്പാണ് പറയുന്നത്. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ കുറവായിരിക്കണം. കുടുംബത്തിൻ്റെ മൊത്തം വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ കുറഞ്ഞതായിട്ട് വില്ലേജ് ഓഫീസിൽ നിന്നും ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഓൺലൈനാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. www.scholarship.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ടാണ് കൊടുക്കേണ്ടത്. 50% മാർക്ക് 10th അഥവാ തൊട്ട് മുമ്പുള്ള ക്വാളിഫയിങ് എക്സാമിന് 50% മാർക്കുള്ള ആർക്കും കൊടുക്കാം. ഒരു വർഷത്തിൽ 7000 രൂപയോളം സ്കോളർഷിപ്പ് കിട്ടും. ആപ്ലിക്കേഷൻ ഓൺലൈൻ കൊടുക്കാം. ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം. അപേക്ഷ ഓൺലൈന് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഓൺലൈൻ പ്രിൻ്റ് ഔട്ട് എടുക്കണം. സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ വേണം. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു വെരിഫിക്കേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. കോമ്പിറ്റൻ്റ് അതോറിറ്റിയിൽ നിന്നും ഉള്ള ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. സെൽഫ് ഡിക്ലറേഷൻ, കമ്മ്യൂണിറ്റി സെൽഫ് ഡിക്ലെയർ ചെയ്താൽ മതി. ഞാൻ ഇന്ന സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് സെൽഫ് ഡിക്ലറേഷൻ കൊടുത്താൽ മതി. അതുപോലെ തന്നെ പ്രീവിയസ് എക്സാമിനേഷൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി അത് വേണം. പിന്നെ ഫീ റെസിപ്റ്റ്, ആ കറണ്ട് കോഴ്സിൻ്റെ ഫീ റെസിപ്റ്റ് വേണം. ബാങ്ക് അക്കൗണ്ടിൻ്റെ പ്രൂഫ് വേണം. ആധാർ കാർഡിൻ്റെ കോപ്പി, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ അതത് സ്ഥാപനങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്കോളർഷിപ്പിനുള്ള സാധ്യതകളുണ്ട്. സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിരിക്കും.